ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഹൃത്തെ, നിനക്ക് നല്ല ഒരു പ്രഭാതം നേരുകയാണ്. ജീവിതത്തിൽ പലതരത്തിലുള്ള ഭാരങ്ങൾ വഹിക്കുന്ന വ്യക്തിയായിരിക്കാം നീ. പലപ്പോഴും ക്ലേശങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ പല രീതിയിൽ നിന്നെ വേട്ടയാടുന്നുണ്ടാകും. ചിലപ്പോൾ ആരും നിന്നെ വേണ്ടത്ര രീതിയിൽ മനസ്സിലാക്കുന്നുണ്ടാവില്ല. എന്നാലും സുഹൃത്തെ, നിന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തി. അത് നമ്മുടെ കർത്താവാണ്. കർത്താവ് പറയുന്ന ഒരു വചനത്തിലേക്ക് നിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 28-ഉം 29 വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എത്ര കരുണയോടുകൂടി, എത്ര കരുതലോടുകൂടിയാണ് കർത്താവ് പറയുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. സുഹൃത്തേ, അങ്ങനെ ഒരു കർത്താവ് നിനക്കുണ്ട്. അതാണ് നിൻ്റെ ആശ്രയം. തീർച്ചയായിട്ടും ആ കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിക്കാൻ നിനക്ക് ഇടവരട്ടെ. നമുക്കൊന്ന് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ജീവിത ക്ലേശങ്ങളാൽ, ഉത്തരവാദിത്തത്തിൻ്റെ ബാഹുല്യങ്ങളാൽ വലയുമ്പോൾ നീ ആശ്വസിപ്പിക്കുവാനായിട്ട് കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഈ ദിവസം നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഉദ്യമങ്ങളിലും നിന്റെ നിറസാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമെൻ്റെ സർവസ്വവും